ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് മുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് പ്രമേഹം വരുന്ന വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവും അതിന്റെ പരിഭാഷകൻ കൂടിയായ NV ഹബീബുർ റഹ്മാനാണ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. സ്വാഗതം. അത് തന്നെ പ്രമേഹം വരുന്ന വഴി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. പല തരത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് അതിനെ പരിഭാഷപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശ്രമം? യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പ്രമേയ രോഗിയായിരുന്നില്ല. ഒരു 12 വർഷത്തോളമായിട്ട് പ്രമേയമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തുടക്കം മുതൽ ഗുളികളൊക്കെ കഴിച്ച് ഒരു 10-11 വർഷത്തോളം മരുന്നുകൾ കഴിച്ച് മരുന്നുകളുടെ അളവ് ഒരുപാട് കൂട്ടിയിട്ടും പ്രമേയം പിന്നെയും പിടുത്തം കിട്ടാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അതിനെ പറ്റി കൂടുതൽ പഠിക്കണം എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. കൂടുതൽ മനസ്സിലാക്കി ഇത് മരുന്നുകൾ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല എന്ന് മനസ്സിലാക്കി. അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞത് നമ്മളുടെ ഭക്ഷണ രീതികളുടെ കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ ടു മച്ച് കാർബോഹൈഡ്രേറ്റ്, നമ്മൾ അന്നജ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. നമ്മളുടെ സാധാരണ ഭക്ഷണത്തിൽ ഒരു ആവറേജ് മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഏകദേശം 90% അന്നജമാണ്. ആലോചിച്ചാൽ അറിയാം, രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നത് പുട്ട്, വെള്ളപ്പം, ദോശ, ഉച്ചക്ക് ചോറ്, വൈകിട്ടിന്റെ പലഹാരങ്ങൾ, ബേക്കറി, രാത്രി ചപ്പാത്തി, എന്തായാലും 80-90% അന്നജങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ബ്ലഡിനകത്ത് ഇത് കൂടാനുള്ള പ്രധാന കാരണം. ഈ അന്നജം കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പാൻക്രിയാസിനകത്ത് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പുറത്തേക്ക് വരും. ഈ ഇൻസുലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചെറിയൊരളവ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഊർജ്ജമായിട്ട് സെല്ലുകൾക്ക് എത്തിച്ചു കൊടുക്കും. അത് കഴിച്ച് ബാക്കിയുള്ളതിനെ കരളിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത് ഗ്ലൈക്കോജനായിട്ട്. ഈ ഗ്ലൈക്കോജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ ഫാറ്റായിട്ട് മാറ്റും. അതും ഇൻസുലിൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് ഡെപ്പോസിറ്റും കൂടും. ഡിനോവോ ലിപ്പോജിനിസ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഫാറ്റ് ഉണ്ടാക്കിയത്. ഈ ഫാറ്റ് കരളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ എക്സസ് വരുന്ന ഗ്ലൂക്കോസിനോട് കൊണ്ടുപോകാൻ പറ്റാതെ ബ്ലഡിൽ തന്നെ ബാക്കിയാവും. ഇതാണ് പ്രമേഹത്തിന്റെ ഒരു എറ്റിയോളജി എന്ന് പറയുന്നതിന്റെ ഒരു യഥാർത്ഥ കാരണം. അതാണ് ഇൻസുലിന്റെ അളവ് കൂടുന്നതാണ് യഥാർത്ഥത്തിൽ പ്രമേഹം. പക്ഷെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇൻസുലിൻ വർദ്ധിപ്പിക്കുക ചെയ്യുന്നു. ഒന്നുകിൽ സൾഫോനിൽ യൂറിയാസ്, അതല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ. ഇതുകൊണ്ടൊക്കെ വീണ്ടും ഇൻസുലിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് വീണ്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂട്ടുകയും കൂടുതൽ കൊഴുപ്പ് ഡെപ്പോസിറ്റ് അങ്ങനെ വർദ്ധിപ്പിച്ചതിന് ഭാഗമായിട്ട് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊരു അതി വിഷ്യസ് സൈക്കിളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ കാരണങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് പകരം ഈ സംഗതി കൂടുതൽ സിവിയർ ആക്കാണ്, ഗൌരവമുള്ളതാക്കാണ്. മറ്റ് അസുഖങ്ങൾ പോലെയല്ലേ ഇപ്പൊ പ്രമേഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായി മാറി. ഒരു കേരളത്തിലെ മൊത്തം അല്ലെങ്കിൽ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു പകുതിയിലധികം ആളുകൾക്കും ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ഇൻസുലിൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ചികിത്സ നേടേണ്ട ഒരു അവസ്ഥയിലേക്ക്. മെയിനായിട്ട് DPP-4 അതുപോലെ തന്നെ മെറ്റ്ഫോമിനൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടാബ്ലറ്റുകളിലൊന്ന്, ഏറ്റവും ചെറിയ മെഡിക്കൽ ഷോപ്പുകളിൽ വരെ കിട്ടാവുന്ന ഒരു മെഡിസിനായി അത് മാറിയിട്ടുണ്ട്. പ്രമേഹത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ജനങ്ങളിലുള്ളതും. കാരണം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറില്ല എന്നുള്ളൊരു ധാരണ നേരത്തെ തന്നെയുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പലതരത്തിൽ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ വരെ പറയുന്നത് ഡയബറ്റീസ് ഇസ് ക്രോണിക് പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ക്യൂർ. അതിനകത്ത് നമുക്കത് ഒരിക്കലും അത് ഇല്ലാതെയാക്കാൻ കഴിയില്ല. അതങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മരുന്നുകൾ എത്ര കഴിച്ചാലും ഇറ്റ് വിൽ പ്രോഗ്രസ്. രണ്ടാമത് കാര്യം പറയുന്നത് ഇൻസുലിൻ എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഈ രണ്ട് സംഗതികളും തെറ്റാണെന്നാണ് നമ്മൾ പുതിയ റിസർച്ചുകളിൽ പറയുന്നത്. ഒന്ന്, ഇത് ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് അല്ല, ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ്. ക്യൂറബിൾ എന്ന് പറയാൻ കാരണം അതിന്റെ കാരണങ്ങൾ ഇല്ലാതെയാക്കിയാൽ ആ രോഗം ഇല്ലാതെയാവും. പറഞ്ഞാൽ ബാരിയാട്രിക് സർജറിനെ പറ്റിയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ബാരിയാട്രിക് സർജറി പറഞ്ഞാൽ നമ്മളെ ഈ സ്റ്റോമക്ക് ആമാശയം ചെറുതാക്കുന്ന ക്ലിപ്പിംഗ്, അതേമാതിരി ബാൻഡിങ്, അങ്ങനത്തെ പല പരിപാടികളുണ്ട്. ചെറുതാക്കി കഴിഞ്ഞാൽ വലിയ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കാണ് ചെയ്യുന്നത്. അമിതമായിട്ട് തടിയുള്ള ആൾക്കാർ ഈ അവരുടെ ഭക്ഷണത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ആമാശയം ചെറുതാക്കും, അല്ലെങ്കിൽ സർജറിയൊക്കെ ഉപയോഗിച്ചിട്ട്. അതോടുകൂടി അവരുടെ ഭക്ഷണത്തിന്റെ ഇൻടേക്ക് പറ്റ കുറയുന്നു. 10-1 ആയിട്ട് ചുരുങ്ങും പണ്ട് കഴിച്ചതിന്റെ. അവർ 2-3 മാസം കൊണ്ട് അവരെ ഡയബറ്റിക് അല്ലാതെ മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക് ക്യൂറബിൾ ആണെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ എങ്ങനെ ക്യൂർ ചെയ്യുന്നില്ലതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. മരുന്നുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഡയറ്ററി ഇന്റർവെൻഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുള്ളൂ. മരുന്നുകൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ADA തന്നെ സമ്മതിച്ച കാര്യമാണ്. പിന്നെ ആകെയുള്ള സാധ്യത ഡയറ്ററി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് അപ്രോച്ച്. എന്നാൽ നമ്മളെ ഭക്ഷണത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെ രക്തത്തിൽ ഇൻസുലിൻ വർദ്ധിപ്പിക്കുന്നത്? അതിന്റെ കാരണം ഗ്ലൂക്കോസ് ഇൻടേക്ക് ആണ്. ഗ്ലൂക്കോസ് ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഡയബറ്റിക്കും റിവേഴ്സ് ചെയ്യും. താങ്കളുടെ അനുഭവത്തിൽ നിന്നും പ്രചോദിതമായ
ഈ വിവർത്തനം ചെയ്തപ്പെട്ട ഈ പുസ്തകം ഈ പ്രമേഹത്തെക്കുറിച്ച് വായനക്കാരിൽ എത്രത്തോളം അവബോധം സൃഷ്ടിക്കാനായി, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ലഭിക്കുന്നത് വായനക്കാരിൽ നിന്ന്? ധാരാളം കാളുകൾ വരുന്നുണ്ട്. പലരുടെയും ധാരണ ഞാൻ ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എനിക്കത് പറയാനും പറ്റില്ല, അഡ്വൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന്റെ അവകാശമില്ല, അധികാരമില്ല. മാത്രമല്ല അത് ശരിയല്ല. കാരണം ഇത് ഞാൻ കാണാത്ത ഒരാൾ, എന്റെ മുന്നില്ലാത്ത ഒരാളോട് ഒരു അഭിപ്രായം പറഞ്ഞ് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ അതിന്റെ ഈ പുസ്തകം വായിക്കുക, അതിന് ബന്ധപ്പെട്ട ഈ പുസ്തകത്തിലേക്ക് തന്നെ എത്തിച്ചേർന്ന കുറെ ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരോട് സ്വന്തമായിട്ട് അത് പഠിക്കാനും സ്വന്തം റിസ്കിൽ ചെയ്യാനല്ലാതെ ഈ ഫീൽഡിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിലല്ലാതെ ഒരു രോഗിയെ മെനക്കെട്ടാൽ ചിലപ്പോൾ റിസ്കുകൾ ഉണ്ടാവും. സത്യമായിട്ടും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാരണം അതിലെ അധികാരം അവർക്കേ ഉള്ളൂ. പക്ഷെ ആ ഫീൽഡിലെ ഡോക്ടർമാർ പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ കുറവാണ്. തമിഴ്നാട്ടിലൊക്കെ അത് വളരെ കൂടി വരുന്നുണ്ട്, അതിന് പ്രചാരം കിട്ടി വരുന്നുണ്ട്. വേൾഡ് ലെവലിൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അത്, ആസ്ട്രേലിയയൊക്കെ പ്രത്യേകിച്ചും സ്വീഡനിലൊക്കെ ഈ രീതിയിലാണ് ഒരുപാട് ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. അതിന്റെ ഫലം അവിടെ കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലേക്ക് ഇത് എത്തിപ്പെടാൻ വളരെ താമസിക്കുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് പറഞ്ഞാല് അങ്ങനെയാണ്, എന്താണെന്നറിയില്ല, ഉൾക്കൊള്ളാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫലം ഉണ്ടാവും. കാരണം ഞാൻ എന്തായാലും ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയപ്പോൾ അത് നമ്മുടെ ചെറിയ സുഹൃത്ത് വലയത്തിലുള്ള ഡോക്ടേഴ്സിന്റെ കയ്യിലെങ്കിലും എത്തിയിട്ടുണ്ടാവും. അത്തരം ആളുകളെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടാവും. പരിചയമല്ല, പല ഡോക്ടർമാരടുത്തും കൊടുത്തിട്ടുണ്ട്. എന്താണ് അവര് ഈ പുസ്തകം വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ പൊതുവെയുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കരിക്കുലത്തിനകത്ത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല, അതിനകത്തൊരു പാർട്ടായിട്ട് വരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് MBBS പഠനത്തിനകത്ത് 6-8 മണിക്കൂറാണ് അവർക്ക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനെ പറ്റി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഡോക്ടർമാർ അത് വളരെ ഈസി ആക്കി കിട്ടുന്ന സബ്ജക്റ്റാണ്. ഒരു തറ എന്തേലും പറയാം, നമ്മള് അങ്ങനെ പറയല്ലോ, ഒരു വലിയൊരു കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അതിനെപ്പറ്റി അറിയില്ല എന്നില്ലാണ് ഞാൻ മനസ്സിലാക്കി പലവട്ടം സംസാരിച്ചപ്പോൾ. കാരണം അവർ മരുന്നുകളെ കുറിച്ചും സർജറിനെ കുറിച്ചും എക്സ്റേ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പഠിക്കുന്നത്, റേഡിയോളജിയിട്ട്. ഈ ഒരു വിഷയം അവർ കരിക്കുലത്തിൽ കാര്യമായ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട്. അത് കൂടുതൽ ആൾക്കാർ പഠിക്കേണ്ടിയുണ്ട്. ആൾക്കാർ സ്വന്തം നിലക്ക് പഠിക്കണം, ജനങ്ങൾ പഠിക്കണം എന്നില്ല. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഹൃദ്രോഗികൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ഇങ്ങനത്തെ ഈ ക്രോണിക് ഡിസീസസ് വരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് പഠിക്കൽ ഇപ്പൊ നിലവിൽ മാറുകയുള്ളൂ. ഡോക്ടർമാർ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വമ്പിച്ച മാറ്റം ഉണ്ടാക്കും ആരോഗ്യ രംഗത്ത്. പക്ഷെ നേരെ തിരിച്ചാണ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് പറയാറ്. കാരണം നിങ്ങൾ സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കരുത്, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണോ അത് മാത്രം ശീലിക്കുക എന്നുള്ള വല്ലാത്തൊരു നിസ്സാവസ്ഥ ഉണ്ട്. കാരണം ഡോക്ടർമാർ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അവർ പലരും അറിയുന്ന ആൾക്കാർ പോലും പല കാരണങ്ങളുണ്ടാവും. ഇതിനകത്ത് എന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. 1960കളിൽ വലിയ പഞ്ചസാര കമ്പനികളുണ്ടായിരുന്നു അമേരിക്കയിലും മറ്റൊരുത്ത്. അവര് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 3 സയന്റിസ്റ്റുകൾക്ക് ഒരു വലിയ അനോമസ് ആയിട്ടുള്ള എമൗണ്ട് ബ്രൈബ് ചെയ്തായിട്ടൊരു രേഖകള് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ചർ അവിടുത്തെ കുറെ രേഖകൾ വേറെന്തോ ആവശ്യത്തിന് പരതുന്നതിന്റെ ഇടയിൽ കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ ഹൃദ്രോഗം ഉണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, പൂരിത കൊഴുപ്പാണ്, പഞ്ചസാരയല്ല എന്നൊരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എമൗണ്ട് അവർ മുടക്കിയത്. പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പോൺസേർഡ് റിസർച്ച്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1977 അമേരിക്കൻ സെനറ്റിൽ ഒരു സെലക്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, ന്യൂട്രീഷൻ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ടുള്ള സെലക്ട് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ഒരു ജോർജ് മക്കവൺ. ഇയാള് ഈ കമ്മിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവരൊരു ഓർഡർ ഇറക്കി. ഡയറ്ററി ഫാറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഈസ് എന്തെന്ന് പറയാം, അത് നമ്മളുടെ ശരീരത്തിന് വളരെ അപകടകരമാണ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, ഒബീസിറ്റി, പൊണ്ണത്തടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ലോകത്ത് ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത്. നമ്മൾ പറയുന്ന ഒരു ഫുഡ് പിരമിഡ് ഉണ്ട്, മെഡിസിൻ ഒക്കെ പഠിക്കുന്നത്. അതിൽ ഒരു 75% കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്, 5% അടുത്ത് മാത്രം ഫാറ്റ് കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഗൈഡ് ലൈനാണ്. ഈ ഗൈഡ് ലൈനിന്റെ അടിസ്ഥാനം ഈ ഒരു പെയ്ഡ് റിസർച്ചാണ്, സ്പോൺസേർഡ് റിസർച്ച്. ഇതിന്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ട്. അത് പറഞ്ഞാൽ പലർക്കും അറിയില്ല. കാരണം ഇപ്പൊ ഈ 2016 സെപ്റ്റംബറിലാണ് ഈ രേഖകൾ പുറത്തുവന്നത്. അതേമാതിരി മറ്റേ ഇതിനകത്ത് ഈ ജോർജ് മക്കവണിനെ കാര്യമായി സ്വാധീനിച്ചിരുന്ന ഒരു സയന്റിസ്റ്റാണ് ആൻസൽ കീസ് തന്നെ. ആൻസൽ കീസിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല മെഡിക്കൽ ഫീൽഡിൽ. മൂപ്പരാണ് ഈ മറ്റേ ഡയറ്റ് ഹാർട്ട് ഡിസീസൊക്കെ അവതരിപ്പിക്കുന്നത്. അതായത് നമ്മള് ഭക്ഷണത്തിനകത്തുള്ള കൊളസ്ട്രോളാണ് ബ്ലഡിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നത്, ബ്ലഡിലെ കൊളസ്ട്രോളാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് തിയറി. ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ ഭക്ഷണത്തിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ചാൽ, അത് കൊഴുപ്പ് വർദ്ധിപ്പിച്ചാൽ ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ കൂടുന്നില്ല. കാരണം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ല. കൊളസ്ട്രോൾ നമ്മളെ
കരളിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ്. ഭക്ഷണത്തിൽ നമ്മൾ എത്ര കൊഴുപ്പ് കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിൽ കൊളസ്ട്രോളിലൊരു മാറ്റം ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈ ബ്ലഡിനകത്തിലെ കൊളസ്ട്രോൾ അല്ല ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്ന് അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. ആർട്ടീരിയൽ അല്ലെങ്കിൽ എന്തിനു പറയാ അതെറോസ്ക്ലറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന പ്ലേക്കുകൾ ഫോം ചെയ്യുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം കാരണമാണ്, ഇൻഫ്ലമേഷൻ കാരണം. ഈ ഇൻഫ്ലമേഷൻ കാരണം പ്ലേക്കുകൾ ഉണ്ടാകുന്ന ഈ പ്ലേക്കുകൾ വളരാൻ കാരണം വീണ്ടും ഇൻസുലിനാണ്. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് പ്ലേക്കിനകത്ത് ഫോം ചെയ്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ് യഥാർത്ഥത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, അല്ലാതെ കൊളസ്ട്രോൾ അല്ല. നിങ്ങളുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു ഗവേഷണത്തിൽ ഈ പ്രമേഹ രോഗികൾ ഏത് രീതിയിലുള്ള ജീവിതചര്യയാണ് പുലർത്തേണ്ടത്? ഇതിനകത്തുള്ളത് മെയിൻ ആയിട്ട് ഇപ്പം ഒരു UK-യിലുള്ളൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഒറിജിനാണ്, ആള് UK പൗരനാണ്, ഡോക്ടർ അസീം മൽഹോത്രയാണ്. മറ്റേ എന്തെന്ന് പറയാ ഇന്റർവെൻഷൻ കാർഡിയോളജിന്റെ സ്പെഷ്യലിസ്റ്റാണ്. മൂപ്പര് പറയുന്ന 3 കാര്യങ്ങളാണ് സാധാരണ ഡോക്ടർമാര് നമ്മളെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട അപകടം എന്ന് പറയുന്നത്. ഒന്ന് പുകവലി, രണ്ടാമത്തത് മദ്യപാനം, മൂന്നാമത്തെ ലാക്ക് ഓഫ് എക്സസൈസ്. അസീം മൽഹോത്രന്റെ അയാളുടെ റിസർച്ചിന്റെ ഫലമായിട്ട് അയാൾ കണ്ടുപിടിച്ചത് ഈ 3 കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന റിസ്കിനേക്കാണ് കൂടുതലാണ് ബാഡ് ഡയറ്റ് കൊണ്ട് ഉണ്ടാകുന്നില്ല. എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലുള്ള ഭക്ഷണത്തിൽ അമിതമായ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ 3 സംഗതികൾ കൂടി ചേർന്നാൽ ഉണ്ടാകുന്നതിന് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. നമുക്ക് ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ക്യാൻസറും എല്ലാം ഉണ്ടാക്കാൻ കാരണം എക്സസ് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു ജീവിതശൈലീ രോഗം, അതാണ് പ്രധാനമായിട്ട് പ്രമേഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രമേഹം വരുന്ന വഴിയിലേക്ക്. ഇത് ജീവിതശൈലി എന്നുള്ളതിനപ്പുറം ഭക്ഷണ രീതി കൊണ്ടുണ്ടാകുന്നതാണ്. തെറ്റായ ഡയറ്റ് ഗൈഡൻസ് കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡയറ്ററി ഗൈഡൻസ് ആണ് ഫാറ്റ് കഴിക്കരുതെന്നില്ല. പ്രത്യേകിച്ചും പൂരിത കൊഴുപ്പ്, സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, മറ്റത് ബ്ലോക്ക് ഉണ്ടാവും. മറ്റ് ഈ ഒരു ഡയറ്ററി ഗൈഡ് ലൈനാണ് യഥാർത്ഥത്തിൽ ഈ 40 കൊല്ലം കൊണ്ട് ഡയബറ്റീസ് 14 ഇരട്ടി കൂടാൻ കാരണം. കാരണം 1985 ലോകത്തിൽ മൊത്തം പ്രമേഹ രോഗികളുടെ എണ്ണം 3 കോടിയായിരുന്നു. ഇന്ന് അത് 50 കോടിയായിട്ടുണ്ട്. സാധാരണ ഒരു 40 വയസ്സിന് ശേഷമാണെങ്കിൽ ഇപ്പൊ കുട്ടികളിലും വലിയ രീതിയിൽ 10 വയസ്സിൽ വരെ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നു. ടൈപ്പ് 1 ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്ന എബോവ് 40-45 ഇന്നത് 10 വയസ്സിൽ വരെ ഉണ്ടാകുന്നുണ്ട്. കാരണം വ്യക്തമായിട്ടും അത് ജനറ്റിക് ഡിസോർഡർ അല്ല. കാരണം 40 കൊല്ലം കൊണ്ടൊന്നും ജനറ്റിക്സിലൊന്നും മാറ്റം വരില്ല മനുഷ്യന്റെ. പിന്നെ ആകെയുള്ള മാറ്റം വന്നത് ഡയറ്റിലാണ്. ലോ ഫാറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹൈ കാർബോഹൈഡ്രേറ്റ് ആണ്. സ്വാഭാവികമാണ്, മനുഷ്യന് എന്തെങ്കിലും കഴിക്കണമല്ലോ. ഫാറ്റ് കുറച്ച് കഴിക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കും. ഫുഡ് പിരമിഡിലോ തന്നെയാണ് പറയുന്നത് 75% കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ എക്സസ് കാർബോഹൈഡ്രേറ്റ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും കൂടുതൽ സങ്കീർണമായൊരു വിഷയമാണ്. ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ള ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് ഡയബറ്റിക്കിന്റെ ചികിത്സാ രീതി അല്ലെങ്കിൽ ഏത് ജീവിത രീതി പാലിക്കണം എന്നുള്ളത് സംബന്ധിച്ച്. ഇത് വെറുമൊരു ഊഹത്തിന്റെ പേരിൽ എഴുതിയതല്ല എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് തന്നെ. 6 ഡോക്ടർമാരുടെ അവരുടെ സംഭാഷണത്തിന്റെ അവരുടെ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ഒരു ചെറിയ ഇതുപോലും കൊടുത്തിട്ടില്ല. ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ എഴുതിയ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ മെയിൻ സ്ട്രീം മെഡിക്കൽ ഫീൽഡിൽ ഇവര് അത്രത്തോളം സ്വാധീനമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കി വരുന്നു. ഇപ്പൊ ഡയറ്റ് ഡോക്ടർ എന്നാണ് അതിനകത്ത് ഡോക്ടർ ആൻഡ്രീസ് ഇൻഫെൽറ്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, diet.com, dietdoctor.com, സ്വീഡിഷ് ഡോക്ടറാണ്. അതിന് ഇന്ന് ഏകദേശം 1 കോടിന്റെ പുറത്താണ് ഇതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ്. അതേമാതിരി റോബർട്ട് ലെസ്റ്റിഗറിന്റെ ഒരു പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്. അയാളുടെ ഒരു യൂട്യൂബ് വീഡിയോ ഇന്ന് 1 കോടി കഴിഞ്ഞു എന്റെ വ്യൂവർഷിപ്പ്. ആ വീഡിയോന്റെ പേര് ഷുഗർ ദി ബിറ്റർ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസ്ട്രേലിയയിലൊക്കെ പ്രത്യേകിച്ചും. അതേമാതിരി സ്വീഡനിൽ ഗവൺമെന്റ് അത് അംഗീകരിച്ചു കഴിഞ്ഞു. ലോ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് എല്ലാ നിലക്കും ആരോഗ്യത്തിന് ഗുണകരമാണെന്നവർ അംഗീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഫാറ്റ് കൂടുതൽ കഴിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ബട്ടറിന്റെ ഒക്കെ കൺസംഷൻ അവിടെ ഡബിളായി. അതിന്റെ തമാശ എന്ന് വെച്ചാൽ ബട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്ന് പറയുന്ന സാധനമാണ്. ബട്ടറിന്റെ കൺസംഷൻ 2005 ശേഷം അവിടെ വർദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒബീസിറ്റി എപ്പിഡമിക് അവിടെ ഹാൾട്ട് ചെയ്തു. ബട്ടർ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയതോടുകൂടി ആൾക്കാർ പൊണ്ണത്തടിയന്മാരാകുന്ന പ്രവണത കുറഞ്ഞു. ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് പകുതിയായി. ബട്ടറിന്റെ കൺസംഷൻ ഡബിൾ ആയപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് പകുതിയായി. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കേട്ടുന്നതിന്റെ നേരെ എതിരാണ് കാര്യങ്ങളൊക്കെ. പുതിയൊരു തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം രോഗികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ പുസ്തകം മുതൽക്കൂട്ടാകും. മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ പുതിയ വാക്കാണ് പറയുന്നത്. എല്ലാ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് 5 ലക്ഷണങ്ങളാണ്. ഒന്ന് കൊടവയറ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉയരത്തിന്റെ ഇപ്പോൾ 170 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പൊക്കളുടെ ചുറ്റുള്ള
സർക്കംഫറൻസിൽ 85 സെന്റിമീറ്ററിൽ പകുതിയിൽ കൂടാൻ പാടില്ല എന്നില്ല. അത് കൂടിക്കഴിഞ്ഞാൽ കുടവയറാണ്. പിന്നെ ഒന്നുള്ളത് ഹൈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിനകത്ത് 150 കൂടുതൽ ട്രൈഗ്ലിസറൈഡ്. പിന്നെ ഹൈ ഷുഗർ, 100 കൂടുതൽ ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ഷുഗർ. പിന്നെ HDL 40 കുറയാൻ പാടില്ല. ഇത്രയും ലക്ഷണങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രത്തിന്റെ പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രമാണ് ബാക്കി എല്ലാ രോഗങ്ങളുടെയും ക്രോണിക് ഡിസീസിന്റെ ബേസ്. ഏതായാലും ആ അർത്ഥത്തിൽ തന്നെ ആളുകൾ പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും ഇത് ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ദിവസം രാവിലെ ഞങ്ങളോടൊപ്പം അതിഥിയായി ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലെത്തട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം വായിച്ചുകൊണ്ട് കാര്യമില്ല, ഇതിനകത്ത് ഒരുപാട് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്വന്തമായിട്ട് ഇന്ന് ഇന്റർനെറ്റും ജിയോ ഒക്കെ വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാവരും സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്തൊരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം മറ്റ് സംഗതികളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു പനിയോ ജലദോഷമോ പിന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ ഡോക്ടറൊന്നുമല്ല. ഞാൻ എന്റെ പ്രമേയം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത റിസർച്ചിന്റെ ഭാഗമാണ്. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പുസ്തകം ഇറക്കിയത്. ബാക്കി കാര്യങ്ങൾ എല്ലാവരും സ്വന്തം റിസ്കിൽ ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ.